ഹലോ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം ആയിരുന്നു പഠിച്ചത് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ലാസ്റ്റ് ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചു. അതിൻ്റെ കോർഡിനേറ്റ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നത് Q1, Q2, Q3 വെച്ചിട്ടായിരുന്നു. ദെൻ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്റ്റേഴ്സ് E1, E2, E3 ആയിരുന്നു അല്ലേ. അപ്പം അതിനകത്ത് നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻസ് വന്നത് ഒരെണ്ണം ഡിഫറൻഷ്യൽ ലെങ്ത്ത്, അതായത് ഓരോ കോർഡിനേറ്റ് ആക്സിസിലൂടെയും വരുന്ന ഡിഫറൻഷ്യൽ ലെങ്ത്ത് DSI എന്ന് പറയുന്നത്, ഡിഫറൻഷ്യൽ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? HI DQI എന്ന് പറയുന്നതായിരുന്നു. ദെൻ നമ്മുടെ ഡിഫറൻഷ്യൽ ഡിസ്റ്റൻസ് വെക്റ്റർ DR നമ്മൾ എഴുതുകയാണെങ്കിൽ DR നമുക്ക് കാർട്ടീഷ്യനിലാവുമ്പോൾ എന്താ വരുന്നത്? DXX പ്ലസ് DYY പ്ലസ് DZZ. അതുപോലെ നമുക്ക് കർവിലിനിയർ കോർഡിനേറ്റിൽ ആക്ച്വലി കർവിലിനിയർ കോർഡിനേറ്റിൻ്റെ സ്പെഷ്യൽ കേസാണ് എന്ത്? കാർട്ടീഷ്യൻ കോർഡിനേറ്റൊക്കെ അല്ലേ. സോ അപ്പം ഇതിനകത്ത് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഡിസ്റ്റൻസ് വെക്റ്റർ എന്ന് പറയുന്നത് എന്താ വരിക? DR ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ I HI DQI EI എന്ന് പറഞ്ഞാൽ H1 DQ1 ഇൻറ്റു E1 പ്ലസ് H2 DQ2 ഇൻറ്റു E2 പ്ലസ് H3 DQ3 ഇൻറ്റു E3 എന്ന് വരും അല്ലേ. ദെൻ അവിടുത്തെ ഏരിയ എലമെൻറ്റ് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ലെങ്ത്തുകൾ ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും അല്ലേ. കാർട്ടീഷ്യനിലാണ് DX DY എന്ന് പറയുന്നത് ഏരിയയാണ്, DY DZ എന്ന് പറയുന്ന ഏരിയയാണ്, DZ DX എന്ന് പറയുന്നത് ഏരിയയാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും രണ്ട് ഡിഫറൻഷ്യൽ ലെങ്ത്തുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ എലമെൻറ്റ് കിട്ടും. ഓക്കെ, സോ ഏരിയ എലമെൻറ്റ് D സിഗ്മ IJ ഇസ് ഈക്വൽ ടു DSI DSJ. സോ ദാറ്റ് ഈസ് HI HJ DQI DQJ. ദെൻ വോളിയം എലമെൻ്റ് എന്ന് പറയുന്നത് ഈ മൂന്ന് ഡിഫറൻഷ്യൽ ലെങ്ത്തുകളുടെയും കൂടെ പ്രൊഡക്റ്റാണ്. DS1 DS2 DS3 ഇവരുടെ മൂന്നിൻ്റെയും കൂടെ പ്രൊഡക്റ്റാണ്. സോ ദാറ്റ് ഈസ് DTO ഇസ് ഈക്വൽ ടു H1 H2 H3 DQ1 DQ2 DQ3. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ ഒരു കർവിലിനിയർ ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം നമ്മളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഗ്രേഡിയൻറ്റിനെ എങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക, ഡൈവേർജൻസിനെ എങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക, അതുപോലെ ലാപ്ലേഷ്യനെ എങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക, കേളിനെ എങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഓരോ ഓപ്പറേറ്റേഴ്സും, അതായത് ഇപ്പം ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മുടെ ഒരു സ്കേലാർ പോയിൻ്റ് ഫംഗ്ഷൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രേഡിയൻ്റ് വരുന്നത്. ദെൻ ഡോട്ട് പ്രൊഡക്റ്റ്, ഒരു വെക്ടറുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് വരുമ്പോഴാണ് ഡൈവേർജൻസ് വരുന്നത്. ദെൻ കേൾ വരുന്നത്. അങ്ങനെ അപ്പം ഈ ഓരോ സംഭവത്തിൻ്റെയും റെപ്രസെൻറ്റേഷൻ ജനറലായിട്ട് നമുക്കൊരു ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗ്രേഡിയൻറ്റിനെ എങ്ങനെയാണ് നമ്മളൊരു ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു എന്താണ്? ഇറ്റ്സ് എ വെക്റ്റർ അല്ലേ. നമ്മുടെ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു സ്കേലാർ പോയിൻ്റ് ഫംഗ്ഷൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വെക്റ്ററാണ് ഈ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ ആൾ. ഈ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ ആളിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം സ്പേസ് റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഡയറക്ഷനിലായിരിക്കും അല്ലേ. ഈ നമ്മുടെ സ്കേലാർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു സ്പേസ്, അതായത് സ്പേസ് കോർഡിനേറ്റ്സിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഡയറക്ഷനിലാണ് ആര് വരുന്നത്? ഗ്രേഡിയൻ്റ് വരുന്നത് അല്ലേ. സോ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? മാക്സിമം സ്പേസ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ്. മാക്സിമം സ്പേസ് റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാണ്, നമ്മുടെ ഈ സ്കേലാർ ഫംഗ്ഷൻ്റെ മാക്സിമം സ്പേസ് റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാണ് എന്നുള്ള മാഗ്നിറ്റ്യൂഡാണ് നമ്മുടെ ഡെൽ ഫൈയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തരാം. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ, ഈ ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഡയറക്ഷനിലുമായിരിക്കും അല്ലേ. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ ഒരു നമ്മുടെ ജനറൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഒരു ഗ്രേഡിയൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈ എന്നല്ല നമ്മുടെ സ്കേലാർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, സൈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളിനി ഇതിൽ ഈ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സ്പെഷ്യൽ കേസസ് പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഫൈ എന്ന് പറയുന്ന ആൾ ഒരു കോർഡിനേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കേലാർ പോയിൻ്റ് ഫംഗ്ഷനായിട്ട് സൈനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലായിട്ടുള്ള ഒരു കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്തെ ഗ്രേഡിയൻറ്റിന്
let it be del psi of q1 q2 q3. del psi of q1 q2 q3 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയാളുടെ ഈ ഒരു del psi of q1 q2 q3 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇതെന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഡയറക്ഷനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ del psiയുടെ നമുക്കറിയാം നമ്മുടെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സർഫസസ് വരുന്നത് ഏതൊക്കെയാണ്, q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, q2 ഈക്വൽ കോൺസ്റ്റൻറ്റ്, q3 ഈക്വൽ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ del psi എന്ന് പറയുന്ന ആളുടെ നമ്മുടെ q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സർഫസ് അല്ലേ, വി ഹാവ് q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു സർഫസ് ഉണ്ടല്ലോ, ആ സർഫസിന് നോർമലായിട്ട് വരുന്ന del psiയുടെ കമ്പണൻറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ്, അതായത് del psiയുടെ ഫസ്റ്റ് കമ്പണൻറ്റ് q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സർഫസിന്, q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സർഫസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വരിക, E1 ക്യാപ്പ് എന്ന് പറഞ്ഞ ഡയറക്ഷനാണ് വരിക അല്ലേ. q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സർഫസിൻ്റെ ഡയറക്ഷൻ വരുന്നത് E1 ക്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ del psiയുടെ ആ ഡയറക്ഷനിൽ വരുന്ന q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആ ഫാമിലി ഓഫ് സർഫസിന് നോർമലായിട്ട് വരുന്ന കമ്പണൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് del psi I1 എന്ന് പറയുന്നത് ദിസ് വിൽ ബി ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും, E1 ഡോട്ട് del psi ആയിരിക്കും അല്ലേ. അങ്ങനെ എഴുതാമല്ലോ നമുക്ക്, del psiയുടെ q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സർഫസിന് നോർമലായിട്ട് വരുന്ന കമ്പണൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു E1 ഡോട്ട് del psi എന്ന് പറയുന്നതായിരിക്കും. E1 ഡോട്ട് del psi എന്ന് പറയുന്നത് എന്തായിരിക്കും, ആൻസർ വുഡ് ബി ഡോ psi ബൈ ഡോ S1 എന്ന് പറയുന്നതായിരിക്കും അല്ലേ. കാരണം നമ്മുടെ ആ ഒരു ഡയറക്ഷനിലുള്ള ഡിഫറൻഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ds1 എന്ന് പറയുന്നതാണ് ആ ഡയറക്ഷനിലുള്ള ഡിഫറൻഷ്യൽ ലെങ്ത് അല്ലേ. സോ വി ക്യാൻ റെപ്രസെൻറ്റ് E1 ഡോട്ട് del psi, അതായത് del psiയുടെ ഫസ്റ്റ് കമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഡോ psi ബൈ ഡോ എസ് അല്ലേ. എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ആ ഒരു ഡയറക്ഷനിൽ നമ്മുടെ psi എന്ന് പറയുന്ന ഫംഗ്ഷന് വരുന്ന സ്പേസ് റേറ്റ് ഓഫ് ചേഞ്ച് അല്ലേ, അതിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം q1 എന്ന് പറയുന്ന ആൾ വേരി ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മുടെ psi എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാണ് അല്ലേ, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച്, സ്പേസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ q2 q3 എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് q1 വേരി ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ psiയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് del psiയുടെ q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സർഫസിന് നോർമലായിട്ടുള്ള കമ്പണൻറ്റ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു E1 ഡോട്ട് del psi, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡോ psi ബൈ ഡോ S1 ആയിരിക്കും. ഓക്കെ, ആ ഡോ psi ബൈ ഡോ S1 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ഇസ് നത്തിങ് ബട്ട് ഡോ S1 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, H1 dq1 ആണ് അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 ബൈ H1 ഡോ psi ബൈ ഡോ q1 എന്നായിരിക്കും അല്ലേ, ഡോ psi ബൈ ഡോ q1. കാരണം നമ്മുടെ ഡോ S1 എന്ന് പറയുന്ന ആൾ ദിസ് ഇസ് നത്തിങ് ബട്ട് അവർ ഡിഫറൻഷ്യൽ ലെങ്ത് H1 ഡോ q1 എന്ന് പറയുന്നതാണ് അല്ലേ. സോ നമുക്ക് ആ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ q1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കമ്പണൻറ്റ് കിട്ടി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, q2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റിൻ്റെയും കണ്ടുപിടിക്കാം, q3 ഈക്വൽ ടു കോൺസ്റ്റൻറ്റിൻ്റെയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കമ്പണൻസും എന്തൊക്കെയാണെന്നുള്ളത് കിട്ടും, റൈറ്റ്. സോ അതിൽ നിന്ന് നമ്മൾ del psi എന്ന് പറയുന്ന ആൾ എഴുതുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് del psi ആസ്, ഓക്കെ, അപ്പോൾ നമുക്ക് del psi എന്ന് പറയുന്ന ആളെ എങ്ങനെ എഴുതാൻ പറ്റും, del psi ഇസ് ഈക്വൽ ടു അതിൻ്റെ E1 ഡയറക്ഷനിലുള്ള കമ്പണൻറ്റ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു, എന്താ കിട്ടിയിരുന്നത്, 1 ബൈ H1 ഡോ psi ബൈ ഡോ q1. അതുപോലെ E2 ഡയറക്ഷനിൽ നമുക്ക് 1 ബൈ H2 ഡോ psi ബൈ ഡോ q2 എന്ന് കിട്ടും. അതുപോലെ E3 ഡയറക്ഷനിൽ 1 ബൈ H3 ഡോ psi ബൈ ഡോ q3 എന്ന് കിട്ടും. സോ ദ ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെലാർ പോയിൻറ്റ് ഫംഗ്ഷൻ psi in curvilinear orthogonal curvilinear coordinate system is given as del psi is equal to E1 1 by H1 dou psi by dou Q1 plus E2
1/h2 ഡോ psi ബൈ ഡോ Q2 പ്ലസ് E3 1/h3 ഡോ psi ബൈ ഡോ Q3. അതിനെ നമുക്ക് സമ്മേഷൻ വെച്ച് ഈ ഒരു ഫോമിൽ മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? ദിസ് ഇസ് നത്തിങ് ബട്ട് E1/h1 ഡോ ബൈ ഡോ Q1 അല്ലേ. നമ്മുടെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡെൽ എന്ന് പറയുന്നത് ഒരു ജനറൽ ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് വിൽ ബി ഈക്വൽ ടു E1/h1 ഡോ ബൈ ഡോ Q1 പ്ലസ് E2/h2 ഡോ ബൈ ഡോ Q2 പ്ലസ് E3/h3 ഡോ ബൈ ഡോ Q3. ഓക്കെ, നമുക്ക് ഈ ഡെൽ psi എന്ന് പറയുന്നതെന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ കിട്ടും. ഓക്കെ, അപ്പം ഒരു ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡെല്ലിൻ്റെ ഫോം എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഒരു സ്കെലാർ പോയിൻറ്റ് ഫംഗ്ഷൻ സ്കെലാർ പോയിൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റിൻ്റെ ഫോം എങ്ങനെയായിരിക്കും എന്നുള്ളതുമാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ.